കർത്താവിൽ പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സങ്കീർത്തന പുസ്തകത്തിലൂടെ 1-ാം അധ്യായത്തിന്റെ 1-2 വചനഭാഗത്തിലൂടെ കടന്നു പോകാം. 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ സങ്കീർത്തകൻ തന്റെ സങ്കീർത്തന പുസ്തകത്തിൽ ഒരു ആശീർവാദ വചനത്തോടു കൂടെയാണ് സങ്കീർത്തന പുസ്തകം ആരംഭിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യവ്യവസ്ഥയാണ്. ഈ ഗിരിപ്രഭാഷണത്തിലുള്ള ഭാഗ്യവ്യവസ്ഥ പോലെ സങ്കീർത്തന പുസ്തകത്തിലും ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരായി മാറണം. 3 കാര്യങ്ങളാണ് ഇവിടെ ഭാഗ്യമുള്ളവരായി മാറാൻ വേണ്ടി വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാത്ത മനുഷ്യൻ. അന്നേരം ആരുടെ ആലോചന വേണം? നമുക്ക് ദൈവത്തിന്റെ ആലോചന വേണം. ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുന്ന മനുഷ്യൻ ദൈവസ്വരം കേട്ട് നടക്കുന്നവനാണ് ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുന്നവൻ. രണ്ടാമത്, പാപിയുടെ വഴിയിൽ നിൽക്കാത്തവൻ. പാപിയുടെ വഴി എന്ന് പറയുന്നത് ദുഷ്ടത നിറഞ്ഞതാണ്. പാപിയുടെ വഴി മദ്യപാനം, ജഡിക പാപങ്ങൾ, ലോകത്തിന്റെ ബന്ധനങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, അന്ധകാരത്തിന്റെ വഴികളാണ് ജഡിക പാപത്തിലുള്ള വഴികൾ. അത് ദുഷ്ടന്റെ വഴികളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ വഴികളിലൂടെ ഒന്നും കടന്നു പോകരുത്. മൂന്നാമത് പറയുക, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നമ്മൾ ഇരിക്കേണ്ട സ്ഥലം അത് ദൈവത്തിന്റെ ആലോചന പ്രകാരം മാത്രമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ ഈ വചനം നമ്മോട് ദൈവം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കർത്താവിനോട് കൂടെയുള്ള ഒരു ആത്മീയ ജീവിതം ഇന്ന് അനുഭവിക്കണം. കർത്താവിനോട് കൂടെ അനുഭവിക്കാനുള്ള ഒരു കൂട്ടായ്മത്വമാണ് ദൈവം ഈ വചനത്തിലൂടെ നമുക്ക് തരുന്നത്. ഈ പാപികളുടെ വഴിയിൽ പോകാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണങ്ങൾ രാപ്പകൽ ധ്യാനിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മകനായി നമുക്കിന്ന് മാറാൻ കഴിയുമോ? കർത്താവിന്റെ കൂടെ എപ്പോഴും ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും വിഷമത്തിന്റെയുമായ അവസ്ഥകളിലാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വചനം നമ്മോട് ദൈവം സംസാരിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭാഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട് മാറണം. ഇത്രയും കാലം ഭാഗ്യമില്ലാത്തവരാണെന്ന് വീട്ടിലുള്ളവർ പറഞ്ഞു, നിനക്ക് ഭാഗ്യമില്ല. നാട്ടുകാർ പറഞ്ഞു, നിനക്ക് ഭാഗ്യമില്ല. വീട്ടുകാർ പറഞ്ഞു, നിനക്ക് ഭാഗ്യമില്ല. എന്നാ കർത്താവ് നമ്മോട് പറയാണ്, നീ ഭാഗ്യവാനാണ്. നീ ഭാഗ്യമുള്ളവനായി മാറണം. ക്രിസ്തുവിൽ ഇന്ന് ജീവിക്കണം. ക്രിസ്തുവിന്റെ മഹത്വം എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.